നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിന്നാക്ക വിഭാഗക്കാരെ മത്സരിപ്പിക്കണമെന്ന് രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടുവെന്ന് ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ. ജയിക്കുന്ന മണ്ഡലങ്ങളിൽ ഇവരെ മത്സരിപ്പിക്കണം. മഠത്തിന്റെ അഭിപ്രായം രാഹുലിന് രേഖാമൂലം അറിയിച്ചിട്ടുണ്ടെന്നും സ്വാമി സച്ചിദാനന്ദ. രാവിലെ ശിവഗിരി മഠത്തിൽ രാഹുൽ ഗാന്ധി സന്ദർശനം നടത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ശിവഗിരി മഠത്തിന്റെ ഒരു അഭിപ്രായം അദ്ദേഹത്തെ അറിയിക്കുകയുണ്ടായി. അതായത് കേരളത്തിൽ പിന്നോക്ക ജനവിഭാഗങ്ങൾ മുഖ്യധാരയിൽ നിന്നും പിന്തള്ളപ്പെട്ടു പോകുന്നു. അവരെ കൂടി പരിഗണിക്കണം. അവർക്കും ആവശ്യമായിട്ടുള്ള ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ അവർക്കും സീറ്റ് ജയിക്കുന്ന മണ്ഡലങ്ങളിൽ പ്രത്യേകമായിട്ടും അനുവദിച്ചു കൊടുക്കണം എന്ന് ശിവഗിരി മഠത്തിൻ്റെതായിട്ടുള്ള ഒരഭിപ്രായം ധർമ്മസംഘം പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ഖജാൻജിയും ഒപ്പിട്ട് അദ്ദേഹത്തിന് നൽകുകയുണ്ടായി. അദ്ദേഹത്തെ വായിച്ചു മുഴുവനും മനസ്സിലാക്കി ഓക്കെ എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയും ചെയ്തു. സിജോ വി ജോൺ. സിജോ, വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യവും അഭിപ്രായവുമാണ് മഠാധിപതി രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത്. അതിനെ എങ്ങനെ പരിഗണിക്കാനാണ് സാധ്യത? ഈ ആവശ്യത്തിന് അർഹമായ പരിഗണന കിട്ടും, ഇത് പരിഗണിക്കും എന്നുള്ള ഒരു ഉറപ്പ് രാഹുൽ ഗാന്ധി നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ മഠാധിപതി തന്നെ വ്യക്തമാക്കി വെച്ചിരിക്കുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം അത് ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൂടി ഈ സാഹചര്യത്തിൽ വർദ്ധിച്ചു വരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുകയാണ്. പ്രത്യാഴ്ചയോടുകൂടി അതിന്റെ പ്രഖ്യാപനം ഉണ്ടാകും, വിജ്ഞാപനം വരും. അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയം അത് അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുകയും ചെയ്യാണ്. ഈ സാഹചര്യത്തിലാണ് ഈ സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾക്ക് അർഹമായ പരിഗണന വേണം. അത്തരത്തിലുള്ള ആളുകളെ സ്ഥാനാർത്ഥികളാക്കണം. അവരെ ജയിക്കുന്ന മണ്ഡലങ്ങളിൽ തന്നെ മത്സരിപ്പിക്കണം എന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു പരിഗണന ഉണ്ടാകുമെന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. എന്തായാലും ഏതെങ്കിലും മണ്ഡലം എടുത്തു പറയുന്നില്ല. മണ്ഡലം വേണം, ഇന്ന സ്ഥാനാർത്ഥി വേണം എന്നുള്ള ഒരു നിലപാടൊന്നും മഠം അധികൃതർ വ്യക്തമാക്കാറില്ല. അതേസമയം അത് പരിശോധിക്കേണ്ടതും അതിനുള്ള ആവശ്യമായ പരിഗണന നൽകേണ്ടതും അത് രാഷ്ട്രീയ പാർട്ടികളാണ് എന്നുള്ളൊരു കാര്യമാണ് മഠം ഇപ്പോൾ വ്യക്തമാക്കി ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇതൊരു കൃത്യമായ ഒരു മുന്നറിയിപ്പാണ് രാഷ്ട്രീയ കക്ഷികൾക്കും പാർട്ടികൾക്കും ഒക്കെ നൽകുന്നത്. അത് രാഹുൽ ഗാന്ധി വന്നതുകൊണ്ട് രാഹുൽ ഗാന്ധിയോട് അഭ്യർത്ഥന നടത്തി. ഇത് കോൺഗ്രസിനോട് മാത്രമല്ല മറ്റ് പാർട്ടികളോടും അത്തരത്തിലുള്ള ഒരു അഭ്യർത്ഥന തന്നെയാണ് മഠം മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. ശരി സിജോ.